അസ്സലാമലൈക്കും. വലൈക്കുമുസ്സലാം. ആര് മെയ്തിട്ടിയോ? അന്നപ്പ തീരെ കാണാൻ കിട്ടണില്ലല്ലോ. ഞാൻ ഇന്നലെ ആചാര്യ കാണാൻ വന്നിരുന്നു. ആ, പെണ്ണുങ്ങൾ പറഞ്ഞു മകളെ കല്യാണം ഉറപ്പിച്ചൂലേ? എന്നേക്കാ? ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച. ദിവസം കുറവാണല്ലോ മെയ്തിട്ടിയെ. ഓൻ എവിടുത്തുകാരനാ? കൊണ്ടോട്ടിക്കാരനാ. അന്വേഷിച്ചിടത്തോളം ചെറുക്കന് കുഴപ്പമൊന്നുമില്ല ആചാര്യ. ആയിക്കോട്ടെ, ഒക്കെ പറിച്ചോ ഹൈറാക്കും. കല്യാണങ്ങളൊക്കെ കൂടി നടത്തി തരണ ആചാര്യ. 1,00,000 ഉറുപ്പിയും 40 പവന്റെ പണ്ടോ പറഞ്ഞിക്കണ്. 1,00,000 ഉറുപ്പിയും 40 പവന്റെ പണ്ടോ? അപ്പൊ എന്ത് കണ്ടിട്ടാ മൊയ്തിട്ട് എത്ര വലിയ സംഖ്യക്ക് ഉറപ്പിച്ചത്? എങ്ങട്ടാ ആചാര്യ നീ കാത്തിക്കണത്? മകക്ക് വയസ്സ് 21 അപ്പോ മെയ്തിട്ടിയെ പരിചയമുള്ള ഗൾഫാർക്കൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ശ്രീധനം പോയൊരു പോക്കേ. ഒരു പണിയില്ലാതെ വയന്ന് നടക്കണോനും ചോദിക്കണത് ലക്ഷം. അല്ല മൊയ്തുട്ടിയെ, എന്നാ ഈ ലക്ഷങ്ങളായത്? ഈ പെണ്ണിട്ടുമ്പോ എത്ര വാങ്ങിയത്? എവിടെ ആചാര്യ, ഞാൻ കല്യാണം കഴിക്കുമ്പോ എനിക്ക് കിട്ടിയത് 8,000 ഉറുപ്പിയും 14 പവന്റെ പണ്ടമാണ്. അങ്ങനെ വരട്ടെ. അന്നത്തെ 8,000 ഉറുപ്പ്യ ഉണ്ടാക്കാനും ഇന്നത്തെ 1,00,000 ഉറുപ്പ്യ ഉണ്ടാക്കാനും കഷ്ടപ്പാടൊന്നാ. അന്ന് എനക്ക് ശ്രീധനം തരാൻ എന്റെ അമ്മോശാക്ക എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മെയ്തുട്ടിയെ, എത്ര കണ്ണീര് കുടിച്ചിട്ടുണ്ടാവും. അന്ന് എന്റെ അമ്മോശാക്കാനോട് എനിക്ക് ദയ തോന്നിയോ? ഇല്ല. അപ്പൊ മൂപ്പരനുഭവിച്ച വേദന ഇരട്ടിയായിട്ട് ഇജ്ജ് അനുഭവിക്കേണ്ടി വരും. ഇത് ഇഞ്ച തീരുമാനമല്ല, പടച്ചോന്റെ നിയമ. ആരാ ആചാര്യ ഇപ്പൊ സ്ത്രീധനം വാങ്ങാത്തോല്? ഞാൻ വാങ്ങിയിട്ടില്ല, എന്റെ മകനും വാങ്ങിയിട്ടില്ല. എന്റെ പെണ്ണുങ്ങൾ ഒരു ഗതിയില്ലാത്ത ഒരു യതീമേനി. എന്റെ മകൻ കെട്ടിയത് ആരെയെന്ന് എനിക്കറിയൂലേ? ഞങ്ങൾക്കതൊരു അബദ്ധമായി എന്ന് തോന്നിയിട്ടില്ല. കാരണം പലർക്കും കിട്ടാത്ത ഒന്ന് ഈ വീട്ടിലുണ്ട്, മനസ്സമാധാനം. ഇജ്ജ് കേട്ടില്ലേ മൊയ്തോ റസൂലിന്റെ വാക്ക്? നിങ്ങളിൽ ആരെങ്കിലും ഒരു സഹോദരന്റെ പ്രയാസം നീക്കിക്കൊടുത്താല് നാളെ അവന്റെ പ്രയാസം അള്ളാഹു നീക്കിക്കൊടുക്കുമെന്ന്. ഇനി ഇജ്ജ് പറ, എന്റെ പ്രയാസം അള്ള നീക്കി തരുമോ? ഇതിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യണ്ട്. എന്റെ ആമക്കളെ കൊണ്ട് സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കെട്ടിക്കാൻ ഇജ്ജ് തയ്യാറുണ്ടോ? ആൺമക്കളൊന്നും ഞാൻ പറഞ്ഞാ കേൾക്കൂല ആചാര്യ. മാണ്ട, ഓല് സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കെട്ടാൻ തയ്യാറായാൽ ഇജ്ജ് സമ്മതിക്കുവോ? അത് പിന്നെ അത് ബുദ്ധിമുട്ടാണല്ലേ? മകൾക്ക് 1,00,000 സ്ത്രീധനം കൊടുക്കുമ്പോ മകൻ എങ്ങനെ ഒന്നും കിട്ടാതെ കെട്ടുക? ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ടല്ല തിരുത്തണ്ട്. അപ്പൊ 1,00,000 അങ്ങോട്ട് കൊടുക്കുമ്പോ 1,00,000 ഇങ്ങോട്ടും കിട്ടണ്ട ആചാര്യ. ഞാൻ എന്റെ പേരിൽ കേറി കട്ടാല് ഈ എന്റെ പേരിലും കേറി കട്ടിട്ടാ പകരം വീട്ടല്? ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? അങ്ങനെ ചോദിക്ക്. എന്റെ കയ്യിൽ സമ്പാദ്യമായിട്ട് എന്തുണ്ട്? അന്നന്നത്തെ ചെലവിനെന്നെ വകല്ലാത്ത ഞാൻ എന്ത് സമ്പാദിക്കാനാ ആചാര്യ? ഈ ഒരു ദിവസം എത്ര സിഗരറ്റ് വലിക്കുന്നുണ്ട്? എത്ര വലിക്കുന്നുണ്ട്? ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റ് എന്ന് വെച്ചാല് 15 ഉറുപ്പ്യ ഒരു ദിവസം ഇജ്ജ് കത്തിച്ച് തീർക്കുന്നുണ്ട് എന്നർത്ഥം. ഒരു 15 ഉറുപ്പ്യ കാട്ടിയ 20 ഉറുപ്പ്യ. കത്തിക്ക് കഴിയുന്നില്ലല്ലേ? ഇതന്നെയല്ലേ ഇജ്ജ് ദിവസവും ചെയ്യണത്? പിന്നെ രാവിലെയും വൈകുന്നേരവും അങ്ങാടിയിൽ നിന്ന് എനിക്ക് ചായ കുടിക്കണം. ഒക്കെ കൂടി ഒരു ദിവസം ഈ അനാവശ്യമായി ചെലവാക്കുന്നത് 10-25 ഉറുപ്പ്യാണ്. എന്ന് വെച്ചാല് 1 കിലോ അരിയും അത്യാവശ്യം പഞ്ചാരിയും ചായപ്പൊടിയും ഉള്ളിയും മുളകും വാങ്ങാനുള്ള കായ്. ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഈ കളയണത് 750 ഉറുപ്പ്യ. അതൊരു കൊല്ലത്തിലാണെങ്കിലോ 9,000 ഉറുപ്പ്യ. അത് മുഴുവൻ ഈ സിഗരറ്റ് വലിച്ചും മക്കാനിന്ന് ചായ കുടിച്ചും തീർത്തു. എന്നിട്ട് എന്റെ മകളെ കെട്ടിച്ചാനായപ്പോ ആ ബാധ്യത മുഴുവൻ നാട്ടുകാരെയും ഗൾഫുകാരെയും തലയിലിട്ട് ഇജ്ജ് സ്വഗായി നടക്കുക. കണ്ടമീനില്ലാതെ എനിക്ക് ചോറിറങ്ങൂല. പുറത്തിറങ്ങാൻ ഓട്ടോറിക്ഷ വേണം. ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാല് എനിക്ക് കുറ്റം ബാക്കി. ഞാൻ പറയണില്ലൊന്നും. എന്നിട്ട് 1,40,000 പവനും ഉറപ്പിച്ച് ഓൻ തണ്ടാൻ നടക്കുക. സ്ത്രീധനൊന്നും മാണ്ടാന്ന് പറഞ്ഞു വരുത്തം വന്നപ്പോ ഓൻ 2ാം കെട്ടുകാരനാണെന്ന് പറഞ്ഞു ഒഴിവാക്കി. ആദ്യത്തെ പെണ്ണ് മരിച്ചിട്ടുള്ള 2ാം കെട്ടല്ലേ? ചെറിയൊരു ഡിമാൻഡായി വേറൊരുത്തം വന്നു. നല്ല ചെറുക്കനായിരുന്നു.
അന്നെന്താ എന്റെ മോള് പറഞ്ഞത്? ഓനക്ക് കട്ടിമീശല്ലാന്ന്. മെലിഞ്ഞ ആണിനെ എന്റെ വാക്ക് പറ്റൂല, തടിച്ചോനെ പറ്റൂല, കറുത്തോനെ പറ്റൂല, നീണ്ടോനെയും കുറിയോനെയും പറ്റൂല. ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നാ വിചാരിച്ചത്? എന്റെ മോളാരായി ഇവിടുത്തെ കലക്ടറോ? ആദ്യം അവനാന്റെ നിലയും ബലിയും അനുസരിച്ച് ജീവിക്കാൻ പഠിക്കും. അല്ലാതെ വരുന്നവർക്കൊക്കെ ഭാര്യക്കോരി കൊടുക്കാം. ഇവിടെ നോട്ട് കഴിക്കണ മരം ഞാൻ നട്ടിട്ടില്ല. ഞാൻ പോവുക ആചാര്യ. മാനുവോ? ആ മൊയ്തുട്ടി ഇവിടെ വന്നിരുന്നു. ആ ഞാൻ അറിഞ്ഞു. ഓന്റെ കുട്ടിന്റെ കല്യാണ 28-ാം തീയതി. ഞാൻ കൊറേ ചീത്ത അറിഞ്ഞാ ഓനെ വിട്ടത്. ബോധം വരുമോന്ന് നോക്കട്ടെ. ഏതായാലും കല്യാണത്തിന് വേണ്ടി ഒത്താസച്ച് ചെയ്തു കൊടുക്കണം. ആയിക്കോട്ടെ. ഞമ്മളെ വകയായിട്ട് ഒരു 5000 ഉറുപ്പിയും കൊടുക്കണം. ആ പെൺകുട്ടികളല്ലേ, എങ്ങനെ